വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങളുടെ വികസനത്തിന് പാരിസ്ഥിതിക അനുമതി ലഭിച്ചതിന് പിന്നാലെ ഔദ്യോഗിക കമ്മീഷനിങ്ങും വൈകാതെ ഉണ്ടാകുമെന്ന് സൂചന. 2028ഓടെ അടുത്ത 2 ഘട്ടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. വികസനങ്ങൾക്കായി 77 ഹെക്ടർ വിസ്തൃതിയിലാകും ഭൂമി ഏറ്റെടുക്കൽ നടക്കുക. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് തുറമുഖ വിപുലീകരണത്തിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുകൂല ഉത്തരവ് സംസ്ഥാന തുറമുഖ വകുപ്പിന് ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തീയതി ലഭിച്ചാലുടൻ ഔദ്യോഗിക കമ്മീഷനിംഗ് നടക്കും. 2-3 ഘട്ട വികസനത്തിന്റെ ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ 1200 മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും. പുലിമുട്ടിന്റെ നീളം 900 മീറ്റർ കൂടി വർദ്ധിപ്പിക്കും. കണ്ടെയ്നർ സംഭരണ യാർഡിന്റെയും ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനത്തിനൊപ്പം 1200 മീറ്റർ നീളമുള്ള മൾട്ടിപർപ്പസ് ബർത്തുകളും 250 മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകളും ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ ശേഷിയുമേറും. 3 വർഷത്തിനകം ഈ വിപുലീകരണ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതോടെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയിലൂടെ സർക്കാരിന് പ്രതീക്ഷിച്ചതിലും നേരത്തെ വരുമാനം ഉറപ്പുവരുത്താനാകുമെന്നാണ് വിലയിരുത്തൽ. തുറമുഖത്തിന്റെ മിനിമം സ്ഥാപിത ശേഷി പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറാണ്. ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ഇത് പ്രതിവർഷം 45 ലക്ഷം വരെയായി ഉയർത്താൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അടുത്ത ഘട്ടങ്ങളുടെ വികസനം പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാപിത ശേഷിയുള്ള കണ്ടെയ്നർ ടെർമിനലായി വിഴിഞ്ഞം തുറമുഖം മാറും. 2, 3, 4 ഘട്ടങ്ങളുടെ വികസനത്തിനായി 10,000 കോടി രൂപയുടെ ചിലവാണ് പ്രതീക്ഷിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.